അങ്ങേയറ്റം നിന്ദാപരമായി കരുതപ്പെടുന്ന ഒരു സമൂഹത്തിൽ ക്രിസ്തു
അവനെ കൈ നീട്ടി തൊടുകയാണ്. തൊട്ടിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. അവന്റെ സ്രഷ്ടാവ് അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിഷ്ഠ. ഉടൻ തന്നെ അവന്റെ കുഷ്ഠം അവനെ വിട്ടുപോയി കാണുന്നു. ഇവിടെ ഒന്നാമതായിട്ട് അവന് ലഭിച്ചത് അവന്റെ ശാരീരിക സൗഖ്യം. ഈ വേദഭാഗത്തിന്റെ ഇന്നലെ സന്ധ്യയ്ക്ക് വായിച്ച വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു അവനെ ശാസിക്കുന്നു. സൗഖ്യം നേടിയ ഉടനെ അവനോട് ക്രിസ്തു ഒരു ശാസന കൊടുക്കുന്നു. ഇപ്രകാരമാണ്, നീ ചെന്നിട്ട് നിന്നെ തന്നെ പുരോഹിതനെ കാണിക്കുക, കഴിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? നീ ഇത് ആരോടും പറയരുത്, നീ ഇത് ആരോടും പറയരുത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒന്നാമതായിട്ട് അവന് ലഭിച്ച ശാരീരിക സൗഖ്യമാണെങ്കിൽ, രണ്ടാമതായിട്ട് അവന് ലഭിക്കാതെ പോയ ആന്തരിക സൗഖ്യം. അതായത് കുഷ്ഠരോഗിക്ക് ശാരീരികമായ സൗഖ്യം ലഭിച്ചുവെങ്കിൽ അവന് ആന്തരികമായ ഒരു സൗഖ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ ക്രിസ്തു പറഞ്ഞ ശാസനയും അവൻ അപ്പാടെ മറന്നു പോവുകയാണ്. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവൻ ക്രിസ്തു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മറന്ന് അവൻ ഓടി നടന്ന് സുവിശേഷം അറിയിക്കുകയാണ്. എന്റെ കർത്താവ് സുഖമാക്കിയ കാര്യം പട്ടണങ്ങളിലൊക്കെയും അവിടെ ഇങ്ങനെ വാർത്ത പരത്തുകയാണ്. നല്ല കാര്യം എങ്ങനെ ചോദിച്ചാൽ നല്ല കാര്യമാണ്. എന്നിരുന്നാലും ക്രിസ്തു അവനോട് പറഞ്ഞു, അവനെ ഈ ആരോടും പറയരുത്. എന്നിട്ടും അവൻ അവിടെ നടന്ന എല്ലാവരോടും ഇത് പ്രസ്താവിച്ചപ്പോൾ, പരസ്യമാക്കിയപ്പോൾ, പിന്നെ ക്രിസ്തുവിന് അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുവാനും സാധിക്കില്ല. പിന്നെ ക്രിസ്തുവിന് ആ പട്ടണത്തിലേക്ക് കടക്കുവാനോ അവിടെ നടക്കുവാനോ ഒന്നും സാധിക്കില്ല. സത്യത്തിന്റെ വേദഭാഗം വായിച്ചതിനകത്ത് മനസ്സിലാക്കുന്നത് അവൻ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ്. നമ്മളൊക്കെ ഈ കുഷ്ഠരോഗിയിൽ നിന്ന് പഠിക്കേണ്ടതായ കാര്യം, അനുസരണക്കേടിന്റെ ആന്തരിക സൗഖ്യമില്ലായ്മ പ്രാപിച്ചവനാണ് കുഷ്ഠരോഗി. ശരീരത്തിൽ സൗഖ്യം ലഭിച്ചുവെങ്കിലും അവന്റെ മനസ്സിൽ ആന്തരികമായി സൗഖ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ കുഷ്ഠരോഗി നമുക്ക് പാഠമാണ്, മാതൃകയാണ്. എങ്ങനെ ക്രിസ്തുവിനെ അനുസരിക്കാൻ പറ്റില്ല. പിന്നീട് ഈ കുഷ്ഠരോഗിയെ നമ്മൾ എവിടെയും കാണുന്നത്, നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ദൈവത്തോട് കണ്ണുനീരോടെ അപേക്ഷിച്ച് അവരുടെ സന്നിധിയിൽ മടങ്ങാൻ നടത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ച് നമ്മുടെ രോഗത്തിന് ഒരു സൗഖ്യം ലഭിക്കുന്ന ഒരു മാത്രയിൽ നമ്മൾ വീണ്ടും പഴയ മനുഷ്യനിലേക്ക് തിരികെ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ സമൂഹത്തിൽ എവിടെയും കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു പഴയ മനുഷ്യനിലേക്കുള്ള മടക്കം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് കുഷ്ഠരോഗി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറമേ കിട്ടിയ സൗഖ്യത്തെ ആന്തരിക സൗഖ്യമായി മാറ്റുവാൻ നമുക്ക് ഇവർക്കും സാധിക്കും. അത്തരത്തിൽ ഈ വാക്യങ്ങളുടെ ധ്യാനം നമ്മളെ സഹായിക്കും. വിശുദ്ധ കഥയോട് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ പുസ്തകം, ഈ ദേറായുടെ അങ്കണത്തിൽ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ കടന്നു. ഈ ദേറായുടെ അങ്കണത്തിൽ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ കടന്നു. തന്റെ ശരീരത്തിൽ വ്രണങ്ങളും കുഷ്ഠവും ഉണ്ടായിരുന്നത് കൊണ്ട് കെട്ടിടത്തിന്റെ അടുത്തേക്ക് വരാൻ അയാൾ പഠിച്ച് ദൂരെ മാറി നിന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു മരത്തിന്റെ തണലിൽ മറഞ്ഞു നിന്നു. അപ്പോ അങ്ങ് ദൂരെ നിന്ന് അയാളെ കണ്ട ഒരു മനുഷ്യൻ ഇവിടെ വിശ്രമം കൊള്ളുന്ന
ഒരൊറ്റ നിമിഷം കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ മറന്നു നിൽക്കുന്ന അവന്റെ കൈക്ക് പിടിച്ചിട്ട് നമ്മുടെ തിരുമേനി അവനെ ഇങ്ങനെ ഈ കെട്ടിടത്തിലേക്ക്, ഈ ആശ്രമത്തിലേക്ക്, ഈ അരവണയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവിടെ വന്ന് ആ അരവണയിൽ കൈക്കിരുത്തി അവന് പലഹാരങ്ങളും അവന് കുടിക്കാൻ വെള്ളവും ഒക്കെ കൊടുക്കുകയാണ്. അവന് വയറ് നിറച്ച് ആഹാരം കൊടുത്തു, പലഹാരങ്ങൾ കൊടുത്തു, അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു, അവരോട് കുറേയേറെ സംസാരിച്ചു. അതിനുശേഷം അവൻ പോകാൻ നേരത്ത് അവന്റെ കയ്യിൽ കുറച്ച് മുദ്രയും കൊടുത്തു, കുറച്ച് രൂപ അവന്റെ കയ്യിൽ കൊടുത്തു. മനുഷ്യൻ അതിസന്തുഷ്ടനായിട്ട് അവിടെ നിന്ന് ഈ ദേവരുടെ പടിയിറങ്ങുമ്പോൾ പരിശുദ്ധനായ തിരുമേനി അവന്റെ കൂടെ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ അങ്കണത്തിന്റെ അവിടെ വരെ ചെന്ന് അവനെ യാത്രയാക്കി. ചരിത്രകാരൻ എഴുതിയിരിക്കുന്നതിന് പ്രകാരം അവൻ യാത്രയാകുന്നത് കണ്ട് അവൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ പാമ്പാടി തിരുമേനി അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പോകുന്നിടം വരെ അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ പാമ്പാടി തിരുമേനി വിശ്രമം കൊള്ളുന്ന ഈ ദേറായിൽ അനേകം രോഗങ്ങൾ പേറിക്കൊണ്ട്, അനേകം ബുദ്ധിമുട്ടുകൾ പേറിക്കൊണ്ട് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഈ പരിശുദ്ധതയിലേക്ക് വന്നിരിക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ്. സമൂഹത്തിൽ ആരാലും സ്പർശിക്കപ്പെടുവാൻ കഴിയാത്തവർ ദൂരെ മാറി നിന്ന് ഭിക്ഷയാചിച്ചപ്പോൾ അവനെ അടുത്തേക്ക് വിളിച്ച് അവന്റെ കയ്യിൽ തൊട്ട് അവന് വേണ്ടതെല്ലാം കൊടുത്ത് അവന്റെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടുപോയി അവനെ കണ്ണുനീരോടെ യാത്രയാക്കിയ ഒരു പരിശുദ്ധന്റെ കബറിടത്തിൽ നാമായിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടലിന്റെ അനുഭവങ്ങളും അനുഭവിക്കുന്ന അനേകം രോഗികളുണ്ട്. അവരോടൊക്കെ അല്പം കരുണയോടെ പെരുമാറുവാൻ സാധിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും ഈ പരിശുദ്ധനും ഈ ഞായറാഴ്ച നമുക്കൊരു സാക്ഷ്യം നൽകണം. അത്തരത്തിൽ നമ്മുടെ രോഗികളോടൊക്കെ അനുകമ്പാപൂർവ്വം പെരുമാറാനും അവരോട് ദയാപൂർവ്വം ഇടപെടുവാനും അവരുടെ കൈക്ക് പിടിച്ച് നടത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പൊതുവെ രണ്ടാമത്തെ ഞായറാഴ്ച